ഹായ് ഓൾ, വെൽക്കം ടു മൈ ഹോം. നമുക്ക് ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ട സാധനങ്ങളാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. സവാള, പച്ചമുളക്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, മല്ലിയില. സവാള ഇങ്ങനെ തന്നെയാണ് ക്യൂബായിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. അത് ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇനി വേണ്ടത് ചിക്കൻ അവിടെ എടുത്ത് വെച്ചേക്കുന്നത്. അതിൽ നമുക്ക് മസാല ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ആദ്യം വേണ്ടത് മുളക് പൊടി. ഇതൊരു 1 കിലോ ഓളം കാണും. മുളക് പൊടി ഒരു 3 ടീസ്പൂൺ. മൂന്നര ടീസ്പൂണോളം ഇടാം. പിന്നെ വേണ്ടത് പെപ്പർ പൗഡർ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ. പിന്നെ കോൺഫ്ലവർ വേണം. കോൺഫ്ലവർ ഒരു 3 ടീസ്പൂൺ. പിന്നെ നമുക്ക് വേണ്ടത് സോയാ സോസാണ്. അതും കുറച്ച്. പിന്നെ ഒരു മുട്ട പൊട്ടിച്ചത് ഇതിനകത്തോട്ടിടാം. മുട്ട ചേർക്കാൻ പോവാണ്. ഇനി 1 ടീസ്പൂൺ നെയ്യ് ചേർക്കാണ്. 1 ടീസ്പൂൺ നെയ്യ്. ഇനി നമുക്ക് ഉപ്പ് ആവശ്യത്തിന്. മസാല എല്ലാം കൂടെ മിക്സ് ചെയ്യുകയാണ്. നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് പറ്റുമെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാൻ നേരത്തെ നമ്മളിട്ട ചിക്കൻ തിരിച്ചിട്ട്, ഈ ചിക്കൻ ഒരുപാട് ഡീപ്പ് ഫ്രൈ ആവണ്ട, ഷാലോ ഫ്രൈ ആയാൽ മതി. ചില്ലി ചിക്കൻ ഉണ്ടാക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി. തിരിച്ച് മറിച്ച് വെച്ചിട്ട് ഫ്രൈ ആക്കി എടുക്കണം. അതാണ് മൊത്തം ചിക്കനും വറുത്ത് വെച്ചിട്ടാണ്, ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചേക്കാണ്. ഇനി നമുക്ക് ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ തുടങ്ങാം. ഒന്ന് പാൻ അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ചൂടാവുകയാണ്. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത ആ എണ്ണ തന്നെ എടുക്കുക. അതിന് ബാക്കി ഉണ്ടെങ്കിൽ ഇതിലോട്ട് നേരത്തെ വെച്ചിരുന്ന സവാള, വഴറ്റി കൊടുക്കാം. ഇതും ഒരുപാട് ഗോൾഡൻ ബ്രൗൺ ആവണ്ട, കുറച്ച് ചെറിയ ബ്രൗണിഷ് കളറായാൽ മതി. വഴറ്റണം. ഇതിൽ മെയിനായിട്ട് വേണ്ടത് ഒരു ക്യാപ്സിക്കം വേണം. ഇതിൽ എൻ്റെ കയ്യിലിപ്പോൾ ഇല്ല ക്യാപ്സിക്കം. അതൊന്ന് ചേർക്കണം. അത് ചില്ലി ചിക്കൻ ഒരു പ്രത്യേക ഫ്ലേവർ കൊടുക്കും. നമ്മൾ ഹോട്ടലിലൊക്കെ കിട്ടുമ്പോൾ ക്യാപ്സിക്കം ഇട്ടാണ് അവർ സെർവ് ചെയ്യുന്നത്. നല്ല മണം വരുന്നുണ്ട്. വഴറ്റുന്ന ഏകദേശമായി. നമുക്ക് ഇത് വേണ്ടോ, ഈ ചിക്കൻ ഇവിടെ നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടാണ്. അതിൻ്റെ മുകളിലോട്ട് നമുക്കിത് ഇട്ട് കൊടുക്കാം. ഇത് ആയിക്കൊണ്ടിരിക്കുന്നു. ഗ്യാസ് ഓഫ് ചെയ്യാം. അത് അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഇപ്പോൾ ഞാൻ മുഴുവൻ സവാള വറുത്തത് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ചിക്കൻ്റെ മുകളിലോട്ട്. ഇനിയും നമ്മൾ പാൻ കത്തിച്ചിട്ട് എണ്ണ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ബാക്കി വന്ന ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണ തന്നെയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇതിലോട്ട് നമുക്കൊരു 2 ടീസ്പൂൺ കോൺഫ്ലവർ ഇടാം. 2 ടീസ്പൂൺ, 2 വലിയ ടീസ്പൂണാണ്. ഇതൊന്ന് വഴറ്റി കൊടുക്കുക. ജസ്റ്റ് ചെറുതായിട്ട് കരിയാൻ പാടില്ല. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. വഴറ്റി
ഇതിലേക്ക് നമുക്ക് ഒരു 2 വലിയ കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ രണ്ടാമത്തെ കപ്പ് ഇടുവാണ്. 2 വലിയ കപ്പ് നമ്മൾ ഒഴിച്ച് കൊടുക്കുക. ഞാനിതിൽ എല്ലായ്പ്പോഴും കോൺഫ്ലോർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. കാരണം കോൺഫ്ലോർ ആകുമ്പോൾ നമുക്ക് നല്ലതാണ് ശരീരത്തിന്. ഇനി ഇതിലോട്ട് നമുക്ക് ഈ വറുത്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാൻ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തു. ഈ വെള്ളവുമായിട്ട് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്യുക. ഇനിയാണ് ഇതിനകത്ത് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന പച്ചമുളക്, മല്ലിയില ഏറ്റവും ലാസ്റ്റ്. ഇതൊന്ന് തിളക്കട്ടെ. തിളച്ച് തുടങ്ങുമ്പോൾ നമുക്ക് ടൊമാറ്റോ സോസ് ഇട്ട് കൊടുക്കണം. അതിൽ നമ്മൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിലോട്ടൊരു നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ സോസ് ഇട്ട് കൊടുക്കുക. ഒരു 4 തൊട്ട് 5 ടേബിൾ സ്പൂൺ വരെ ഉണ്ട്. ഇത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നല്ല തിളച്ച് കുറുകി വരികയാണ്. ഈ സമയത്ത് നമുക്ക് ഈ പച്ചമുളക് അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് 3 പച്ചമുളക് എടുത്തിട്ടുണ്ട് ഞാൻ. ഓരോരുത്തരുടെ എരിവ് നോക്കിയിട്ട് വേണം. നല്ല എരിവുള്ളതാണെങ്കിൽ കുറേ ഇട്ടാൽ കഴിക്കാൻ പറ്റത്തില്ല. മല്ലിയിലയും സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. നമ്മൾ കയ്യിലുണ്ടെങ്കിൽ ഈ സമയത്താണ് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കേണ്ടത്. നല്ല ടേസ്റ്റാണ് ഈ ചില്ലി ചിക്കൻ. നമ്മുടെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഒന്നും കൂടെ ഒന്ന് തിളച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അതിങ്ങനെ കുറുകി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. നമുക്ക് ഹോട്ടലിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം.